പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 31 ചൊവ്വ. പ്രധാന വാർത്തകൾ. അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ പുതുക്കിയ വൈദ്യുത നിരക്കുകൾ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. പാർപ്പിട വമ്പൻ പാർപ്പിടേതര ഉപയോക്താക്കൾക്കുള്ള വൈദ്യുത നിരക്ക് കണക്ഷൻ വിതരണ ഫീസുകളാണ് പുതുക്കിയത്. ഊർജ മന്ത്രിയും അതോറിറ്റി ബോർഡ് ചെയർമാനുമായ എൻജിനീയർ സാലിം ബിൻ നാസർ അൽ ഔഫി കോസ്റ്റ് റിഫ്ലക്റ്റീവ് താരിഫ് റെഗുലേഷനും അപ്രൂവ്ഡ് താരിഫ് റെഗുലേഷൻ ഫ്ലോർ ഇലക്ട്രിസിറ്റി കണക്ഷൻ ആൻഡ് സപ്ലൈയും അംഗീകരിച്ചതോടെയാണ് പുതിയ താരിഫ് നിലവിൽ വരുന്നത്. നിലവിലെ നിരക്കുകളോടൊപ്പം സ്ഥിരമായ താരിഫ് ആണ് ഇതെന്ന് അതോറിറ്റി വ്യക്തമാക്കി. നിയമപരമായ ആവശ്യകതകൾ നിറവേറ്റാനും സുതാര്യത ഉറപ്പാക്കാനും താരിഫ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഓപ്പറേറ്റർമാർക്കും വ്യക്തത നൽകാനും താരിഫ് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അവ വിശദമായി താഴെ വായിക്കാം. കോസ്റ്റ് റിഫ്ലക്റ്റീവ് താരിഫ് റെഗുലേഷൻ. വാർഷിക വൈദ്യുത ഉപഭോഗം 100 മെഗാവാട്ട് മണിക്കൂർ കവിയുന്ന പാർപ്പിടേതര ഉപഭോക്താക്കൾക്കാണ് ഇത് ബാധകമാകുക. ഈ താരിഫ് വർഷാവർഷം അതോറിറ്റിയും ബന്ധപ്പെട്ട പങ്കാളികളും ചേർന്ന് വിശകലനം ചെയ്ത് തീരുമാനിക്കും. ഇത് നടപ്പാക്കാൻ ആവശ്യമായ അനുബന്ധ ചട്ടങ്ങൾ പുറപ്പെടുവിക്കാൻ ഈ റെഗുലേഷൻ അതോറിറ്റിയെ അനുവദിക്കുന്നുമുണ്ട്. അപ്രൂവ്ഡ് താരിഫ് റെഗുലേഷൻ ഫോർ റെസിഡൻഷ്യൽ ഇലക്ട്രിസിറ്റി. പാർപ്പിട ഉപഭോക്താക്കളുടെ ഉപഭോഗവും താഴെ കൊടുത്ത അക്കൗണ്ട് തരവും അടിസ്ഥാനമാക്കിയുള്ള താരിഫ് ആണിത്. 1. പ്രാഥമിക അക്കൗണ്ട് താരിഫുകൾ. 4000 കിലോവാട്ട് മണിക്കൂർ വരെയുള്ള ഉപഭോഗത്തിന് ഓരോ കിലോവാട്ട് മണിക്കൂറിനും 14 പൈസ വീതം. 4001 6000 കിലോവാട്ട് മണിക്കൂറിന് ഇടയിലുള്ള ഉപഭോഗത്തിന് ഓരോ കിലോവാട്ട് മണിക്കൂറിനും 18 പൈസ വീതം. 6000 കിലോവാട്ട് മണിക്കൂർ കവിയുന്ന ഉപഭോഗത്തിന് ഓരോ കിലോവാട്ട് മണിക്കൂറിനും 32 പൈസ വീതം. 2. അഡീഷണൽ അക്കൗണ്ട് താരിഫുകൾ. 4000 കിലോവാട്ട് മണിക്കൂർ വരെയുള്ള ഉപഭോഗത്തിന് ഓരോ കിലോവാട്ട് മണിക്കൂറിനും 22 പൈസ. 4001 6000 കിലോവാട്ട് മണിക്കൂറിന് ഇടയിലുള്ള ഓരോ കിലോവാട്ട് മണിക്കൂറിനും 26 പൈസ. 6000 കിലോവാട്ട് മണിക്കൂർ കവിയുന്ന ഉപഭോഗത്തിന് ഓരോ കിലോവാട്ട് മണിക്കൂറിനും 32 പൈസ. പാർപ്പിടേതര കാർഷിക വിഭാഗങ്ങൾക്കുള്ള താരിഫുകൾ. പാർപ്പിടേതര ഉപഭോക്താക്കൾ ഉപഭോഗ തോത് പരിഗണിക്കാതെ ഓരോ കിലോവാട്ട് മണിക്കൂറിനും 25 പൈസ. കാർഷിക ഫിഷറീസ് ഉപഭോക്താക്കൾ 3000 കിലോവാട്ട് മണിക്കൂർ വരെയുള്ള ഉപഭോഗത്തിന് ഓരോ കിലോവാട്ട് മണിക്കൂറിനും 12 പൈസ. 3001 6000 കിലോവാട്ട് മണിക്കൂറിന് ഇടയിലുള്ള ഓരോ ഉപഭോഗത്തിന് കിലോവാട്ട് മണിക്കൂറിനും 16 പൈസ. 6000 കിലോവാട്ട് മണിക്കൂർ കവിയുന്ന ഉപഭോഗത്തിന് ഓരോ കിലോവാട്ട് മണിക്കൂറിനും 24 പൈസ. സുതാര്യത ശക്തിപ്പെടുത്തുക. സേവനദാതാക്കളുടെയും ഉപഭോക്താക്കളുടെയും താൽപ്പര്യങ്ങളിൽ സന്തുലിതാവസ്ഥ പാലിക്കുക, സുസ്ഥിരത ഉറപ്പാക്കുക തുടങ്ങിയവയോടുള്ള അതോറിറ്റിയുടെ പ്രതിബദ്ധതയാണ് ഈ ചട്ടങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ അടിവരയിടുന്നത്. താഴെ പറയുന്ന താരിഫ് ഘടനകളിൽ ഒന്ന് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാം. കോസ്റ്റ് റിഫ്ലക്റ്റീവ് ഘടനകൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു താരിഫ്. ലോഡ് ലെവലുകൾ അടിസ്ഥാനമാക്കിയുള്ള സീസണൽ അല്ലാത്ത വർഷം മുഴുവൻ ബാധകം ഫിക്സഡ് താരിഫ്. പാർപ്പിടേതര ഉപയോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സർക്കാർ, വാണിജ്യം, വ്യവസായം, ടൂറിസം പ്രവർത്തനങ്ങൾ എന്നീ ലക്ഷ്യങ്ങൾക്കുള്ള വൈദ്യുത ഉപഭോഗമാണ്. കെട്ടിടം രൂപകൽപ്പന ചെയ്തത് പാർപ്പിടത്തിനാണോ അല്ലയോ എന്നത് ഇവിടെ പ്രസക്തമല്ല. ഇനി പറയുന്ന ഫോർമുല ഉപയോഗിച്ചാണ് കോസ്റ്റ് റിഫ്ലക്റ്റീവ് താരിഫ് കണക്കുകൂട്ടുന്നത്. കോസ്റ്റ് റിഫ്ലക്റ്റീവ് താരിഫ് ഹോൾസെയിൽ വൈദ്യുത വിതരണ ചെലവ് പ്ലസ് ട്രാൻസ്മിഷൻ ചെലവ് പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ ചെലവ് പ്ലസ് സപ്ലൈ ചെലവ്. മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വിധേയമായി പ്രത്യേക പാർപ്പിടേതര വിഭാഗങ്ങൾക്കുള്ള സ്റ്റാൻഡേർഡ് താരിഫ് ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഓരോ വർഷാവസാനവും അടുത്ത വർഷത്തേക്കുള്ള വിശദ താരിഫുകൾ APSR പ്രസിദ്ധീകരിക്കാറുണ്ട്. ഒമാൻ പവർ ആൻഡ് വാട്ടർ പ്രൊക്യൂർമെന്റ് കമ്പനി, ഒമാൻ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ കമ്പനി, മറ്റ് ലൈസൻസുള്ള വൈദ്യുത വിതരണക്കാർ തുടങ്ങിയവയുടെ ചെലവ് ഉൾപ്പെടെയാണിത്.
ജനുവരി 2 മുതൽ 5 വരെ ഒമാനെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. മുസന്തം ഗവർണറേറ്റിലും ഒമാൻ കടലിനോട് ചേർന്നുള്ള തീരപ്രദേശങ്ങളിലും ഭാഗികമായി മഴയ്ക്ക് കാരണമാകും. താപനിലയിൽ പ്രകടമായ ഇടിവ്, പർവ്വത പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടൽ, പൊടി ഉയർത്താൻ ശേഷിയുള്ള സജീവമായ കാറ്റ് എന്നിവയിലേക്കും നയിച്ചേക്കാം. പൗരന്മാരും താമസക്കാരും ഈ ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കണം. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുടെ ഇറാൻ സന്ദർശനം ആരംഭിച്ചു. ടെഹ്റാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ബാസ് അറക്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. ഒമാനും ഇറാനും തമ്മിലുള്ള പ്രാദേശിക സഹകരണവും നയതന്ത്ര ബന്ധവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള ചർച്ചകളും നടന്നു. നിലവിൽ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന വിവിധ സഹകരണങ്ങൾ ശക്തിപ്പെടുത്താനും ധാരണയായി. അറേബ്യൻ ഗൾഫ് കപ്പ് സെമി പോരാട്ടത്തിന് ഒമാൻ ഇന്നിറങ്ങും. കുവൈത്തിലെ ജാബിർ അൽ മുബാറക് അൽ ഹമദ് സ്റ്റേഡിയത്തിൽ ഒമാൻ സമയം വൈകിട്ട് 6:30 ആണ് മത്സരം. ശക്തരായ സൗദിക്കെതിരെ ശക്തമായ മത്സരം പുറത്തെടുക്കാൻ കഠിന പരിശീലനത്തിലാണ് പരിശീലകൻ റഷീദ് ജാബിറിന്റെ ചെമ്പട. മികച്ച താരങ്ങൾക്കുള്ള സൗദിക്കെതിരായ മത്സരം ഏറെ പ്രധാനമാണെന്ന്, ഇതിനായി കളിയിലുടനീളം ശ്രദ്ധയും പരിശ്രമവും ആവശ്യമാണെന്നും റഷീദ് ജാബിർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ കളിക്കാരിലും വിശ്വാസമുണ്ട്. എങ്കിലും മത്സര 11-ൽ ഉൾപ്പെടുന്നവർ ടീമിനെ മൊത്തമായും പ്രതിനിധീകരിക്കുന്നു. ഫൈനലിൽ എത്തുക എന്നതാണ് ലക്ഷ്യം. അതിനായി ടീം പ്രവർത്തിക്കുന്നു. എല്ലാ സെമി ഫൈനൽ മത്സരങ്ങളും മികച്ചവരാണ്. എല്ലാം കിരീടം നേടുന്നതിനുള്ള അവസരമുണ്ടെന്നും റഷീദ് ജാബിർ പറഞ്ഞു. ഇന്നത്തെ മത്സരത്തിനായി നന്നായി തയ്യാറെടുത്തുവെന്നും ടീം പൂർണ്ണമായും ഒരുങ്ങിയതായും ഒമാൻ ഗോൾ കീപ്പർ ഫായിസ് അൽ റുഷൈദി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മത്സരം എളുപ്പമായിരിക്കില്ല എങ്കിലും ഒമാനി ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി കളിക്കളത്തിൽ ത്യാഗം സഹിക്കാൻ ടീം തയ്യാറാണ്. ടീം മുമ്പത്തേക്കാൾ ശക്തവും മികച്ചതുമാണ്. മത്സരത്തിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചുവരാനുള്ള കഴിവും ഞങ്ങൾക്കുണ്ടെന്നും ഫായിസ് അൽ റുഷൈദി പറഞ്ഞു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 1 ജയവും 2 സമനിലയുമായി ഒന്നാം സ്ഥാനക്കാരായ ഒമാൻ സെമി ബർത്ത് ഉറപ്പിച്ചത്. ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങിയ സൗദി തുടർന്നുള്ള 2 മത്സരങ്ങളും വിജയിച്ചാണ് സെമിയിൽ കടന്നത്. കണക്കുകളിൽ സൗദി ടീം ശക്തരാണെങ്കിലും മികച്ച പോരാട്ടത്തിലൂടെ എതിരാളികളെ പൂട്ടാൻ ചെമ്പടയ്ക്ക് സാധിക്കും. കഴിഞ്ഞ മത്സരങ്ങളിൽ പുറത്തെടുത്ത പോരാട്ട വീര്യം തന്നെ ഇതിന് അടിവരയിടുന്നു. ശക്തരായ ഖത്തറിനെ തോൽപ്പിക്കുകയും UAE സമനിലയിൽ പൂട്ടുകയും ചെയ്തിരുന്നു. ഇന്നത്തെ മത്സരത്തിലും ആദ്യ 11-ൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയില്ല. 2009-ലും 2017-ലും കിരീടം ഉയർത്തിയിട്ടുള്ള ഒമാൻ സംഘത്തിന് 2024-ലും ചരിത്രം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ടിക്കറ്റ് സോൾഡ് ഔട്ട്. കുവൈത്തിൽ ഗൾഫ് കപ്പ് സെമി പോരാട്ടത്തിൽ ചെമ്പടയ്ക്ക് പിന്തുണ നൽകാൻ ഗാലറിയിൽ ആയിരക്കണക്കിന് ഒമാനി കാൽപന്ത് പ്രേമികളുണ്ടാകും. ഒമാനി ആരാധകർക്കായി അനുവദിച്ച 5600 ടിക്കറ്റുകളും ഒമാനി ഫുട്ബോൾ അസോസിയേഷൻ നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. ഒമാനി കാണികൾക്ക് ടിക്കറ്റ് ലഭ്യമാക്കുന്നത് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിലായിരുന്നു ഇത്. എന്നാൽ ഈ ടിക്കറ്റുകളും മണിക്കൂറുകൾക്കകമാണ് വിറ്റഴിഞ്ഞത്. ആരാധകരുമായി 3 വിമാനങ്ങൾ. ഒമാനി ഫുട്ബോൾ ആരാധകരുമായി മസ്കത്തിൽ നിന്നും കുവൈത്ത് സിറ്റിയിലേക്ക് 3 വിമാനങ്ങൾ സർവീസ് നടത്തും. സാംസ്കാരിക, കായിക, യുവജന മന്ത്രാലയം ഒമാൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചേർന്ന് നടത്തുന്ന We are all with the നാഷണൽ ടീം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രത്യേക വിമാന സർവീസുകൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ബുക്ക് ചെയ്തവർക്കാണ് ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ അവസരം ലഭിക്കുക. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.